തമിഴ്നാട് വാൽപ്പാറയിൽ 6 വയസ്സുകാരിയെ പിടികൂടി ഭക്ഷിച്ച പുലി പിടിയിൽ. തമിഴ്നാട് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. 6 വയസ്സുകാരി റോഷ്നിയുടെ വീടിന് സമീപം സ്ഥാപിച്ച കൂട്ടിലാണ് പുലി അകപ്പെട്ടത്. കഴിഞ്ഞ ദിവസമാണ് വീട്ടുമുറ്റത്ത് നിന്ന് കുട്ടിയെ പുലി പിടികൂടി കാട്ടിലെത്തിച്ച് ഭക്ഷിച്ചത്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു. സാനു, ഈ വലിയ ഒരു ദുരന്തം എന്ന രീതിയിൽ തന്നെ പറയാവുന്നൊരു വാർത്തയായിരുന്നു അന്നുണ്ടായത്. പക്ഷേ ഏതായാലും ആ കൂട് സ്ഥാപിച്ചു നടത്തിയ പ്രവർത്തനങ്ങൾ ഫലം കണ്ടു എന്നാണ്. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ ഈ പുലി കുടുങ്ങിയതിന് ശേഷം? വീണ, കഴിഞ്ഞ 20-ന് വൈകുന്നേരം 6 മണിയോട് കൂടിയാണ് കേരള തമിഴ്നാട് അതിർത്തിയായിട്ടുള്ള വാൽപ്പാറയിലെ എസ്റ്റേറ്റിന് സമീപമുള്ള വീട്ടിനുള്ളിൽ നിന്നും, അല്ലെങ്കിൽ വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടീനെ പുലി കടിച്ചുകൊണ്ടുപോയത്. അമ്മയുടെ കൺമുന്നിൽ നിന്നും പുലി കുട്ടീനെ വലിച്ചെഴിച്ച് തേയിലത്തോട്ടത്തിലൂടെ കാട്ടിലേക്ക് മറയുകയായിരുന്നു. തുടർന്ന് അന്ന് രാത്രിയും അടുത്ത ദിവസം, അതായത് 21-ാം തീയതി പകലും നടത്തിയ വലിയൊരു തെരച്ചിലിനൊടുവിൽ 12 മണിയോടുകൂടി 21-ാം തീയതി 12 മണിയോടുകൂടിയാണ് ഈ കുട്ടിയുടെ മൃതദേഹം പുലി പാതി ഭക്ഷിച്ച നിലയിലുള്ള കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. തുടർന്ന് ആ പ്രദേശങ്ങൾ അടക്കം അരിച്ചു പെറുക്കിക്കൊണ്ട് വലിയൊരു പരിശോധനയും അതേപോലെ നാട്ടുകാരുടെ വലിയ പ്രതിഷേധത്തെ തുടർന്ന് അവിടെ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചിരുന്നു. തുടർന്ന് 5 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പുലി ഇന്ന് പുലർച്ചയോടുകൂടി ഈ മരണപ്പെട്ട കുട്ടിയുടെ, അതായത് 6 വയസ്സുകാരിയുടെ വീടിന് സമീപം വെച്ച, റോഷ്നിയുടെ വീടിന് സമീപം വെച്ച ആ കൂട്ടില് പുലി അകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് വലിയ രീതിയിൽ ഈ സംഭവത്തിന് ശേഷം ഈ വാൽപ്പാറയിൽ അടക്കം വലിയ പ്രതിഷേധം ആ നാട്ടിൽ എസ്റ്റേറ്റിലുള്ളവരുടെയും അതേപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലുള്ളവരുടെ വലിയൊരു പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആ പ്രതിഷേധം ഫലം കണ്ടിരിക്കുന്നു. വനം വകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള കൂട്ടിൽ പുലി അകപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് ഇന്ന് അതിനെ ഉൾവനത്തിലേക്ക് കൊണ്ടുവിടുന്ന നടപടികളൊക്കെ ആരംഭിക്കുമെന്നാണ് തമിഴ്നാട് വനം വകുപ്പിൽ നിന്ന് ഉള്ള ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. അതിന് മുന്നോടിയായി തന്നെ പുലിയുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചുള്ള പഠനവും അല്ലെ പരിശോധനയൊക്കെ നടത്തിയതിനു ശേഷമായിരിക്കും വനവകുപ്പ് പുലിനെ ഉൾക്കാട്ടിലേക്ക് കൊണ്ടുവിടുന്ന നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എന്തായാലും പുലിനെ തുറന്നുവിടും, ഉൾവനത്തിലേക്ക് തുറന്നുവിടുമെന്നാണ് തമിഴ്നാട് വനംവകുപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ശരി. വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു, വിവരങ്ങൾ നൽകുകയായിരുന്നു. ഈ പുലിയെ കാട്ടിനുള്ളിലേക്ക് തന്നെ തുടർന്നു വിടാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. പക്ഷേ അത് ഉൾക്കാട്ടിലായിരിക്കും എന്നുള്ളത് കൊണ്ട് വീണ്ടും അത് തിരികെ നാട്ടിലേക്ക് എത്താനുള്ള സാധ്യതയൊക്കെ കുറവാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.